ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതി കീഴടങ്ങി. കേസിലെ രണ്ടാം പ്രതി ദിവ്യ ഫ്രാൻസിസ് ആണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. നേരത്തെ കേസിലെ 2 പ്രതികളായ വിനീത, രാധാകുമാരി എന്നിവർ കീഴടങ്ങിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദിവ്യ ഫ്രാൻസിസ് കീഴടങ്ങിയത്. വക്കീലുമായി തിരുവനന്തപുരം കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. കീഴടങ്ങിയ ദിവ്യയെ വൈദ്യപരിശോധനയ്ക്കെത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കേസിലെ രണ്ടാം പ്രതിയാണ് ദിവ്യ ഫ്രാൻസിസ്. തുടർന്ന് ദിവ്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിലെ മറ്റു പ്രതികൾ നേരത്തെ കീഴടങ്ങിയിരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. പരാതി ശരിവെക്കുന്ന തരത്തിൽ യുവതികൾ 40 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. തട്ടിയെടുത്ത പണം പ്രതികൾ 3ആയി ഭാഗിക്കുകയും ഇതുപയോഗിച്ച് സ്കൂട്ടറും സ്വർണവും വാങ്ങിയതിനുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു. നികുതി വെട്ടിക്കുന്നതിനായി ദിയ കൃഷ്ണയാണ് QR കോഡ് മാറ്റിവെക്കാൻ പറഞ്ഞത് എന്നായിരുന്നു ജീവനക്കാർ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. അതേസമയം കേസിൽ തുടക്കം മുതൽ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ച സമീപനം വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നു. ഹൈക്കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ജനം, തിരുവനന്തപുരം.